بسم الله الرحمن الرحيم. وقال الذين كفروا لن نؤمن بهذا القرآن ولا بالذي بين يديه ولو ترى إذ الظالمون موقوفون عند ربهم يرجع بعضهم إلى بعض القول يقول الذين استضعفوا للذين استكبروا لولا أنتم لكنا مؤمنين قال الذين استكبروا للذين استضعفوا أنحن صددناكم عن الهدى بعد إذ جاءكم بل كنتم مجرمين وقال الذين استضعفوا للذين استكبروا بل مكر الليل والنهار إذ تأمروننا أن نكفر بالله ونجعل له أندادا وأسروا الندامة لما رأوا العذاب وجعلنا الأغلال في أعناق الذين كفروا هل يجزون إلا ما كانوا يعملون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1484 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായമായ സൂറത്ത് സബയിലെ 31 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذين كفروا لن نؤمن بهذا القرآن ولا بالذي بين يديه ولو ترى إذ الظالمون موقوفون عند ربهم يرجع بعضهم إلى بعض القول يقول الذين استضعفوا للذين استكبروا لولا أنتم لكنا مؤمنين قال الذين استكبروا للذين استضعفوا أنحن صددناكم عن الهدى بعد إذ جاءكم بل كنتم مجرمين وقال الذين استضعفوا للذين استكبروا بل مكر الليل والنهار تأمروننا أن نكفر بالله ونجعل له أندادا وأسروا الندامة لما رأوا العذاب وجعلنا الأغلال في أعناق الذين كفروا هل يجزون إلا ما كانوا يعملون. صدق الله العلي العظيم. സൂറത്ത് സബയിലെ 31 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് മുഴു ലോകത്തെയും താക്കീതുകാരനായിട്ടും സന്തോഷവാർത്ത നൽകുന്നവനായിക്കൊണ്ടും അവരിലേക്ക് സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ചു വളർന്ന മക്ക ഭൂപ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രമായോ മക്ക സ്ഥിതി ചെയ്യുന്ന അറേബ്യൻ പെനിൻസുലയിലെ ആളുകളെ ഉദ്ദേശിച്ച് മാത്രമായോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ആളുകളെ മാത്രം ഉദ്ദേശിച്ചായോ ഒന്നുമായിരുന്നില്ല. മക്കയിലെ ആളുകൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് അഭിസംബോധന ചെയ്തിരുന്ന ആ കാലഘട്ടത്തിലെ പ്രബോധിതരാണെങ്കിൽ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ പ്രദേശങ്ങളിലെയും മുഴുവൻ മനുഷ്യരിലേക്കും എത്തിക്കുന്നതിനായിട്ട് ഉള്ള സന്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുന്നിൽ തുറന്നു വെക്കുകയുണ്ടായത്. ആ ദൗത്യമാണ് മുഴുവൻ ജനങ്ങളിലേക്കുമായിട്ട് ഈ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയാണ് ബഷീറും നദീറുമായിക്കൊണ്ട് അദ്ദേഹത്തെ അള്ളാഹു നിയോഗിക്കുകയുണ്ടായത് എന്നതാണ് ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അള്ളാഹു വ്യക്തമാക്കിയ മുഖ്യമായ കാര്യം. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബഷീറൻ വനദീറ. പക്ഷെ അത്രയും മഹത്തരമായ, വളരെ ഉന്നതമായ, നിസ്തുലമായ ഒരു പദവിയിൽ നിലകൊള്ളുന്ന ഒരാളാണ് തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വലാകിൻ അക്സറൻ നാസി ലാ യഅലമൂൻ. ജനങ്ങളിൽ ഏറെ പേരും അത് ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നില്ല, അത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ താക്കീത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒരു മുന്നറിയിപ്പായിട്ട് അറിയിച്ചിരുന്ന വന്നു ചേരാനിരിക്കുന്ന അന്ത്യസമയം അത് എപ്പോഴാണ് വരിക, ഞങ്ങളൊക്കെ അതിനെ തള്ളിക്കളഞ്ഞല്ലോ, എന്നിട്ടും അതിങ്ങ് വരാത്തത് എന്താണ് എന്ന നിലക്കുള്ള വളരെ മൂഢമായ പ്രതികരണങ്ങളാണ് നൽകിക്കൊണ്ടിരുന്നത്. അള്ളാഹു അതിനുള്ള മറുപടിയായിട്ട് അവരോട് പറയുന്നത്, നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട മിഅാദ് ഒരു സത്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് ഒരല്പം നേരത്തെ ആക്കാനോ അല്പം പിന്തിക്കാനോ ഒന്നും നിങ്ങൾക്ക് സാധ്യമല്ല, അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. മുഴുവൻ ലോകത്തേക്കുമുള്ള സന്ദേശവുമായിട്ട് തന്റെ ദൂതനെ നിയോഗിച്ചയച്ച അള്ളാഹുവിന് തീർച്ചയായിട്ടും ഒരു പദ്ധതിയുണ്ട്. അത് മനുഷ്യ സമൂഹത്തിന്, എക്കാലത്തെയും മനുഷ്യ സമൂഹങ്ങൾക്ക് മാർഗദർശനം ആയിട്ട് അവരുടെ മുന്നിൽ ഒരു ജീവിത വ്യവസ്ഥ, ഒരു ജീവിത പദ്ധതി, ഒരു ജീവിത രീതി തന്നെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രപഞ്ച സംവിധാനത്തിലെ സൂചനകളെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൽ വിശ്വാസം ഉൾക്കൊള്ളുന്നവരായിക്കൊണ്ട് ദൈവികമായി പകർന്നു നൽകപ്പെട്ടിട്ടുള്ള ആ മാർഗദർശനം പിന്തുടർന്ന് ജീവിക്കുന്നവർ സൗഭാഗ്യവാന്മാരാണ്. അതിനോട് പുറംതിരിയുന്നവർ ദൗർഭാഗ്യങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരുമാണ്. ഇതാണ് കാര്യങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാൻ പോകുന്ന ഒരു അടിസ്ഥാന മാനദണ്ഡം. ഈ ഒരു കാര്യം ജനങ്ങൾക്ക് വ്യക്തതയോടുകൂടി അറിയിക്കുക എന്നത് മാത്രമാണ്. ആരെയും നിർബന്ധിച്ചോ സമ്മർദ്ദം ചെലുത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശക്തമായ വിധത്തിൽ അവരെ ഒരു കുരുക്കിലകപ്പെടുത്തിയോ വിശ്വാസികളാക്കി മാറ്റുക എന്നതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തപ്പെട്ടിരുന്ന കാര്യം. അവരുടെ വിവേചന ബുദ്ധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സത്യം ഉൾക്കൊണ്ട് സത്യമാർഗം പിൻപറ്റുന്നവരായി മാറട്ടെ. അങ്ങനെ വിവേചന ബുദ്ധി പ്രയോജനപ്പെടുത്തിയിട്ട് സത്യം സ്വീകരിക്കാൻ കൂട്ടാക്കാതെ ഇരിക്കുന്നവര് അവരുടെ വഴിക്ക് പോട്ടെ. ഇതാണ് അള്ളാഹു അത് സംബന്ധമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അപ്പൊ അതിനെ തുടർന്ന് ഈ കാര്യം ആ വിധത്തിൽ വ്യക്തമാക്കപ്പെട്ടതിനെ തുടർന്ന് നിഷേധികളുടെ നിരന്തരമായി അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തിലേക്കാണ് അള്ളാഹു നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച 31 മുതൽ 33 വരെയുള്ള ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത് അങ്ങനെ ഒരു സംഭാഷണവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങളുമാണ്. നമുക്ക് ഈ ആയത്തുകളുടെ സൂക്ഷ്മമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കാം. അപ്പൊ ഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറയുകയുണ്ടായത് ഇങ്ങനെയാണ്, ലൻ നുഅ്മിന ബിഹാദൽ ഖുർആൻ, ഈ ഖുർആനിൽ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ ഒരിക്കലും ഇതിൽ വിശ്വസിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന മക്കയിലെ നിഷേധികൾ
ആവർത്തിച്ച് പറയുകയുണ്ടായത്. ലൻ നുഅ്മിന ബിഹാദൽ ഖുർആൻ, ഈ ഖുർആനിൽ ഞങ്ങൾ ഒരിക്കലും തന്നെ വിശ്വസിക്കുകയില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് അവർ. അതിനുള്ള ന്യായങ്ങളോ യുക്തിതലമോ ഒന്നും പരിശോധിക്കുകയോ അത് മുന്നോട്ട് വെക്കുകയോ ഒന്നുമല്ല അവർ ചെയ്യുന്നത്. മറിച്ച് ഈ ഖുർആൻ വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല എന്ന ഒരു ധാർഷ്ട്യം നിറഞ്ഞിട്ടുള്ള ഒരു നിലപാട് പറയുകയാണ്, വാക്കുകളിൽ അത് അറിയിക്കുകയാണ് ഈ നിഷേധികൾ ചെയ്യുന്നത്. ലൻ നുഅ്മിന ബിഹാദൽ ഖുർആൻ, ഈ ഖുർആനിൽ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്നതാണ് അവരുടെ പ്രതികരണം. വലാ ബില്ലദീ ബൈന യദൈഹി, ഇതിന്റെ മുമ്പുള്ള ഉണ്ടായിരുന്ന വേദഗ്രന്ഥങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതുണ്ടല്ലോ, അവയിലും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ഞങ്ങൾ വിശ്വസിക്കുകയും ഇല്ല. മക്കയിലെ വേദ വിശ്വാസം ഉണ്ടായിരുന്നില്ലാത്ത മുശ്രിക്കുകളുടെ വാക്കുകളാണിത്. ലോകത്തെ എല്ലാ വിഭാഗം ആളുകളും ആ കാലഘട്ടത്തിൽ അങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. വേദക്കാരായിട്ട് അറിയപ്പെടുന്നവരുണ്ടായിരുന്നു, ക്രൈസ്തവരും യഹൂദരും ഒക്കെ, അതുപോലെയുള്ള വേറെയും വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ദൈവിക വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലുള്ള വേദങ്ങളെ പിൻപറ്റിയിരുന്ന അല്ലെങ്കിൽ വേദങ്ങളാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നതിനെ പിന്തുടർന്നിരുന്ന ആളുകൾ പല സമൂഹങ്ങളും പലയിടങ്ങളിലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ മക്കയിലെ ഖുറൈശികൾ ഉൾപ്പെടുന്ന മുശ്രിക്ക് സമൂഹം, ബഹുദൈവാരാധകരായ സമൂഹം വേദ ആശയങ്ങളിൽ നിന്നും വേദ വിശ്വാസങ്ങളിൽ നിന്നൊക്കെ ബഹുദൂരം അകലെയായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് അവരുടെ ചരിത്രത്തില് അവരെ ഒരു പ്രവാചകനുമായും ഒരു വേദഗ്രന്ഥവുമായും പടച്ചതമ്പുരാനുമായും ഒക്കെ ബന്ധിപ്പിക്കുന്ന ചരിത്ര സംഭവങ്ങളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ ഒക്കെ അവർക്ക് ഉണ്ടാവുന്നത്. ദീർഘമായ ഒരു കാലം അവര് ദൈവിക മാർഗദർശനവുമായി ബന്ധമില്ലാതെ പ്രവാചക സന്ദേശത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട വിധത്തിലാണ് അവര് ഉണ്ടായിരുന്നത് എന്നതാണ് വസ്തുത. അതിനിടക്ക് യഹൂദരും ക്രൈസ്തവരും ഒക്കെ ലോകത്ത് അല്ലെങ്കിൽ ബനൂ ഇസ്രായേൽ സമൂഹത്തിലേക്ക് ധാരാളം പ്രവാചകന്മാര് ലോകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് മുഖേനയുള്ള മാർഗദർശനം പല വിഭാഗം മനുഷ്യർക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മനസ്സിലാക്കുകയോ പിന്തുടരുകയോ ചെയ്യുന്ന അവസ്ഥയിലായിരുന്നില്ല മക്കയിൽ ദീർഘകാലമായി പ്രവാചകന്മാരുടെ സാന്നിധ്യം അനുഭവിച്ചിട്ടില്ലാത്ത, ബഹുദൈവാരാധനയുടെ എല്ലാവിധ തിന്മകളിലേക്കും ആണ്ടുപോയിരുന്ന ആ സമൂഹം ഉണ്ടായിരുന്നത്. അവരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദൗത്യ നിർവഹണത്തിനോട് ഈ വിധം പ്രതികരിക്കുകയുണ്ടായത്. അവർ പറഞ്ഞ കാര്യമാണിത്. വഖാലല്ലദീന കഫറു, ഈ നിഷേധികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെയും വിശുദ്ധ ഖുർആന്റെ ദൈവികതയെയും തള്ളിക്കളയുന്ന ഈ ആളുകൾ പറയുകയുണ്ടായത് ഇങ്ങനെയാണ്: ലൻ നുഅ്മിന ബിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ ഞങ്ങൾ ഒരിക്കലും അതിൽ വിശ്വസിക്കുകയില്ല. വലാ ബില്ലദീ ബൈന യദൈഹി, ഈ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതായിട്ട് മനസ്സിലാക്കപ്പെടുന്ന വേദഗ്രന്ഥങ്ങളിലും ഞങ്ങൾ വിശ്വാസമുള്ളവരല്ല, ഞങ്ങൾ ഒരിക്കലും അതിൽ വിശ്വസിക്കുകയില്ല. ഇതാണ് അവരുടെ നിലപാട്, അവരുടെ ഉറച്ച തീരുമാനം. അതിനെ തുടർന്ന് അള്ളാഹു പറയുകയാണ്: വലൗ തറ ഇദിൽ ളാലിമൂന മൗഖൂഫൂന ഇൻദ റബ്ബിഹിം യർജിഉ ബഅ്ദുഹും ഇലാ ബഅ്ദിൽ ഖൗല യഖൂലു الذين استضعفوا للذين استكبروا ലൗലാ അൻതും ലകുന്നാ മുഅ്മിനീൻ. ആ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, കഷ്ടം, ഇവരെ അള്ളാഹുവിന്റെ മുന്നില്, അള്ളാഹുവിന്റെ സന്നിധിയിലായിട്ട് അങ്ങനെ തടഞ്ഞു നിർത്തപ്പെട്ട, അങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു രംഗം കാണാൻ താങ്കൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ
അത് എത്ര ദയനീയമായിട്ട് താങ്കൾക്ക് അനുഭവപ്പെടുമായിരുന്നു എന്നതാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്ന കാര്യം. എത്ര ദയനീയമായ ഒരു കാഴ്ചയായിരിക്കും അത്. പറയുന്ന കാര്യം, ആ വാക്കുകൾ ഇങ്ങനെയാണ്: വലൗ തറ ഇതിൽ ളാലിമൂന മൗഖൂഫൂന ഇൻദ റബ്ബിഹിം. ഈ അതിക്രമകാരികൾ, ഈ ധിക്കാരികൾ, അല്ലെങ്കിൽ സ്വന്തം അവസ്ഥയും സാഹചര്യവും പോലും മനസ്സിലാക്കാതെ അഹന്തയോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഈ വിധത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകളുണ്ടല്ലോ, അവര് അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാവരും ഹാജരാക്കപ്പെടുന്ന ഒരു നാളിൽ അവരും അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകുമല്ലോ. അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങനെ തടഞ്ഞു നിർത്തപ്പെട്ടവരായിട്ട് അവരങ്ങനെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന രംഗം എങ്ങാനും താങ്കൾക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അത് എന്തുമാത്രം ദയനീയമായ ഒരു കാഴ്ചയായിരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അള്ളാഹു അത് ഇവിടെ പറയുന്നില്ല. അതിന്റെ ഇന്റൻസിറ്റി നമ്മൾ മനസ്സിൽ കാണട്ടെ എന്ന നിലക്ക് ആ വാചകം പൂർത്തിയാക്കാതെ അള്ളാഹു വിടുകയാണ്. പറഞ്ഞ് അതിനെ പരിമിതപ്പെടുത്തുകയല്ല, മറിച്ച് ആ രംഗം എങ്ങനെയായിരിക്കും എന്നത് അവരൊന്ന് മനസ്സിൽ കാണട്ടെ, ഞാൻ പറയുന്നില്ല എന്നൊരു നിലപാടാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. അപ്പൊ പറയുന്ന കാര്യം ഇതാണ്: വലൗ തറാ ഇതിൽ ളാലിമൂന മൗഖൂഫൂന ഇൻദ റബ്ബിഹിം. ഈ ളാലിമുകള് അള്ളാഹുവിന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ സന്നിധിയിൽ അങ്ങനെ തടഞ്ഞു നിർത്തപ്പെട്ട ആ രംഗം താങ്കൾക്ക് പ്രവാചകരെ കാണാൻ സാധിക്കുകയാണെങ്കിൽ എന്താണ് അവർ അന്നേരം ചെയ്യുന്നുണ്ടാവുക? യർജിഉ ബഅ്ദുഹും ഇലാ ബഅ്ദിനിൽ ഖൗൽ. അവർ പരസ്പരം ആക്ഷേപങ്ങള് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാവുക. ഒരു കൂട്ടര് വേറൊരു കൂട്ടരെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടാവും. അതിനോട് പ്രതികരിച്ചുകൊണ്ട് അത് ആരെ പറ്റിയാണോ, ആരെ ആക്ഷേപിച്ചുകൊണ്ടാണോ അവർ സംസാരിച്ചത്, അവർ തിരിച്ച് ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. പരസ്പരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന, പരസ്പരം വാക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുക. യർജിഉ ബഅ്ദുഹും ഇലാ ബഅ്ദിനിൽ ഖൗൽ. അവര് വാക്കിനെയാണ് മടക്കി വിടുന്നത്. ഇങ്ങോട്ടൊരു വാക്ക് പറയുമ്പോൾ അതിന് പ്രതികരണമായിട്ട് അങ്ങോട്ടൊന്ന് എന്ന വിധത്തിൽ പരസ്പരം അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തില് അവരുടെ ആ കാത്തുകെട്ടിയുള്ള നൃത്തം കാണാൻ താങ്കൾക്ക് അവസരമുണ്ടായിരുന്നെങ്കിൽ അത് എത്ര ദയനീയമായിട്ട് അനുഭവപ്പെടുമായിരുന്നു എന്നതാണ് അള്ളാഹു ഇവിടെ പറയാതെ സൂചിപ്പിക്കുന്ന കാര്യം. അപ്പോ ഈ ആളുകൾ, ഈ അക്രമകാരികൾ അള്ളാഹുവിന്റെ സന്നിധിയിൽ അങ്ങനെ നിൽക്കേണ്ടി വരികയും പരസ്പരം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ കാഴ്ച കാണാൻ താങ്കൾക്ക് പറ്റിയിരുന്നെങ്കിൽ, യഖൂലു ലദീന ഇസ്തുദഇഫൂ ലില്ലദീന ഇസ്തക്ബറു. ആ സന്ദർഭത്തിൽ ദുർബലരായ, അടിച്ചമർത്തപ്പെട്ടിരുന്ന, മറ്റുള്ളവരുടെ അടക്കി വാഴലിൽ ഒതുങ്ങി കഴിയേണ്ടി വന്നിരുന്ന ആളുകളും ഭൂമുഖത്തെ അവരുടെ ജീവിത കാലഘട്ടത്തില് ഇവിടുത്തെ മേലാളന്മാരായിട്ട്, ഇവിടുത്തെ വലിയവന്മാരായിട്ട് സ്വയം നടിച്ച് അധികാരം കൈയാളിയിരുന്ന ആളുകൾ. അങ്ങനെയാണല്ലോ മനുഷ്യന്റെ ഒരു പ്രകൃതി. അതാണ്. നമ്മളെ ഭൗതിക ഭരണകൂടങ്ങളൊന്നും നിരീക്ഷിച്ചാൽ മതി. എത്ര ധാർഷ്ട്യത്തോടു കൂടിയാണ് ഓരോ അധികാരം കയ്യിൽ കിട്ടിയ അവരൊരു പക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയ ക്രിമിനലുകളായിരിക്കും. ഏറ്റവും വലിയ അക്രമം ചെയ്തത് നിയമ സംവിധാനത്തെ മറികടന്നുകൊണ്ട്, അതിനെ തകിടം മറിച്ചുകൊണ്ട്, അതുപോലെ ന്യായാധിപന്മാരെ വകവരുത്തിക്കൊണ്ടൊക്കെ ആയിരിക്കും അവര് നിയമത്തിന്റെ കുരുക്കിൽ പെടാതെ അങ്ങനെ രക്ഷപ്പെട്ടിട്ടൊക്കെ പോയിട്ടുണ്ടാവുക. അവര് അധികാരം കൈയാളുന്ന ഘട്ടത്തില് എത്ര ധാർഷ്ട്യത്തോടു കൂടിയാണ് ഉരുക്കുമുഷ്ടി അതുപോലെയുള്ള സംഗതികളൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ചമർത്തും. അങ്ങനെ പല പദങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവർ പറയുന്നത് കേൾക്കുക. ഇത്തരം വലിയവന്മാരായിട്ട് മാറിയ ആളുകൾ, ഞങ്ങളാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടവർ എന്ന് സ്വയം നടിക്കുകയും മറ്റുള്ളവരുടെ മേൽ തങ്ങളുടെ നിലപാടുകൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇപ്പോ കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവുകൾ ശ്രദ്ധിച്ചു കാണും. NIA ചില സംഘടന വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ പൊതു ആയിട്ടുള്ള സംവിധാനങ്ങളെയൊക്കെ
കണ്ടുകെട്ടുകയും അതൊക്കെ ജപ്തി ചെയ്യുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ കുറച്ചു മുമ്പ് അരങ്ങേറിയിട്ടുണ്ടായിരുന്നല്ലോ. അത് തീർത്തും അന്യായമായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു നിയമസാധുതയും അതിനില്ല എന്നുള്ള വിധിയാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ അധികാരം കയ്യിൽ കിട്ടുന്ന സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോ ബാക്കിയുള്ളവരെ മെക്കിട്ട് കയറുന്ന, അവരെ അടക്കി വാഴുന്ന കൂട്ടർ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദുർബലരായി പോകുന്ന ആളുകളും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഈ രണ്ട് വിഭാഗങ്ങളും അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഘട്ടത്തില് ഇവിടെ നടക്കുന്ന ഒരു സംഭാഷണം. ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ട് വിഭാഗവും തന്നെ സത്യം ഉൾക്കൊള്ളാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത പരമദയനീയമായ അവസ്ഥയിലുള്ള ആളുകളാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് എന്നല്ല പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ മുന്നില് അവരങ്ങനെ തടഞ്ഞു നിർത്തപ്പെട്ട് നിൽക്കുന്ന ആ ഘട്ടത്തില് അത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. അപ്പോ അവര് പരസ്പരം അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. അപ്പൊ അവര് പറയുന്നത് യഖൂലുല്ലദീനസ്തുളൈഫു, ഭൂമുഖത്ത് ജീവിച്ചിരുന്ന കാലത്ത് അടിച്ചൊതുക്കപ്പെട്ടിരുന്ന ദുർബലത പേറേണ്ടി വന്ന ആളുകൾ, ഇവിടെ അടിച്ചൊതുക്കപ്പെട്ട വിധത്തില് കഴിയേണ്ടി വന്ന ആളുകൾ, ലില്ലദീനസ്തക്ബറു, തങ്ങളാണ് വലിയവർ എന്ന് സങ്കല്പിച്ചുകൊണ്ട് നടന്നിരുന്ന കേമന്മാരായ ആളുകളുണ്ടല്ലോ, അവരാണ് എല്ലാറ്റിനെല്ലാം കൈകാര്യം ചെയ്തിരുന്ന, ഞങ്ങളാണ് എല്ലാറ്റിന്റെയും തീരുമാനം എടുക്കേണ്ട ആളുകൾ എന്ന് നടിച്ചുകൊണ്ട് നടക്കുന്ന വലിയ നെഞ്ചളവ് കാണിച്ചുകൊണ്ട് മനുഷ്യരോട് അഹന്തയും ധിക്കാരവും കാണിച്ചുകൊണ്ട് മാത്രം സംസാരിക്കാൻ അറിയുന്ന കേമന്മാരുണ്ട്. ആ കേമന്മാരോടായിട്ട് നേരത്തെ ദുർബലരാക്കപ്പെട്ടിരുന്ന ആളുകള് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ലൗലാ അൻതും ലകുന്ന മുഅ്മിനീൻ, നിങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വാസികളാകുമായിരുന്നു. ഇതാണ് ഈ ദുർബലരായിരുന്ന, അടിച്ചമർത്തപ്പെട്ടിരുന്ന, ഒതുക്കി നിർത്തപ്പെട്ടിരുന്ന, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്ന ആളുകള് ആ ഘട്ടത്തില് ഈ ധിക്കാരികളായ കേമന്മാരായിരുന്ന ആളുകളോട് പറയുന്ന കാര്യം. നിങ്ങൾ കാരണമായിട്ടാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരാതിരുന്നത്. നിങ്ങളവിടെ രംഗത്തുണ്ടായിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ വിശ്വാസികളിൽ പെടുമായിരുന്നു എന്നാണ് അവരുടെ വർത്തമാനം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സാന്നിധ്യത്തില് സത്യവിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് വരാതെ ചില ആളുകൾ മാറി നിന്നതിന്റെ കാരണം അന്ന് നാട്ടിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന, ജനങ്ങളെ അടിച്ചൊതുക്കി നിയന്ത്രിച്ചു കൊണ്ടിരുന്ന കേമന്മാരെ പേടിച്ചുകൊണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് വിഭാഗവും അള്ളാഹുവിന്റെ മുന്നിൽ എത്തുന്നത് നിഷേധികളായിക്കൊണ്ട് തന്നെയാണ്. ഈ ദുർബലരായ ആളുകള് വിശ്വാസം ഉൾക്കൊള്ളാതെ തന്നെയാണ് മരിച്ചുപോയതും അള്ളാഹുവിന്റെ മുന്നിൽ എത്തുന്നതും. അവരെ വിശ്വാസത്തിലേക്ക് നീങ്ങുന്നതിന് തടസ്സമായി അവരെ വളരെ കടുത്ത വിധത്തില് അവരെ ഭയപ്പെടുത്തി നിർത്തിയിരുന്ന കേമന്മാരായ ആളുകളും അള്ളാഹുവിന്റെ മുന്നിൽ എത്തുന്നത് നിഷേധികളായിക്കൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ തടഞ്ഞു നിർത്തപ്പെട്ട ഘട്ടത്തില് ആ ദുർബലരായിരുന്ന ആളുകൾ കേമന്മാരായിരുന്ന ആളുകളോടായിട്ട് പറയുകയാണ്: നിങ്ങൾ കാരണമായിട്ടാണ് ഞങ്ങള് വിശ്വാസികളാവാതിരുന്നത്. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങള് വിശ്വാസത്തിന്റെ മാർഗം സ്വീകരിച്ചിട്ടുണ്ടാകുമായിരുന്നു എന്നാണ് അവര് പറയുന്നത്. ചെറിയൊരു തരിമ്പ് അതില് സത്യമുണ്ട്. അവരുടെ സാന്നിധ്യം തീർച്ചയായിട്ടും അവർക്ക് ആ ഭയവും പ്രതിഷേധവും അല്ലെങ്കിൽ ഭീഷണിയും ഒക്കെ നിലനിൽക്കുന്ന ആ ഘട്ടത്തില് വിശ്വാസമാർഗത്തിലേക്ക് ഒരു ഒഴുക്ക് എന്ന നിലക്ക് പോകാൻ പറ്റിയിട്ടില്ല. മറ്റേത് അങ്ങനെയാണല്ലോ, സമൂഹം ഒന്നാകെ സത്യമാർഗത്തിലേക്ക് പോകുമ്പോ പിന്നെ അവിടെ അതിന്റെ ശരി തെറ്റുകളൊന്നും പരിശോധിക്കാതെ തന്നെ ഒരു ഒഴുക്കായിരിക്കും. അങ്ങനെ ഒഴുക്കില് വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് എത്തുന്ന കുറെ ആളുകളും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ കൂട്ടർക്ക് സത്യദീനിലേക്ക് എത്താൻ പറ്റാതിരുന്നതിന്റെ ഒരു കാരണം ഈ മേധാവിത്വം കാണിച്ചിരുന്ന ആളുകള് നാട്ടിലെ അനുകൂലമായ സാഹചര്യം അനുവദിക്കാതിരുന്നത് കൊണ്ടാണ് എന്ന് അവര് പറയുന്നതിൽ ചെറിയൊരു കഴമ്പൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ശരിയായ നിജസ്ഥിതി എന്താണ് എന്നത്
തുടർന്നുള്ള വിവരണങ്ങളിൽ നമുക്ക് മനസ്സിലാവും. ഖാലല്ലദീന ഇസ്തക്ബറൂ ലില്ലദീന ഇസ്തുദഇഫു. ഈ കേമന്മാരായിരുന്ന ആളുകള് ദുർബലരായിരുന്ന ആളുകളോടായിട്ട് മറുപടി പറയുന്നു, അനഹ്നു സദദ്നാക്കും, ഞങ്ങളാ നിങ്ങളെ തടഞ്ഞു നിർത്തിയത്, അനിൽ ഹുദ, സന്മാർഗത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തുകയുണ്ടായത് ഞങ്ങളാണോ, ബഅദ ഇത് ജാഅക്കും, ആ സന്മാർഗം ഹുദ നിങ്ങളിലേക്ക് എത്തിയ ഘട്ടത്തിലെ അത് സ്വീകരിക്കാതെ അതിലേക്ക് പോകാതെ നിങ്ങളെ തടഞ്ഞു നിർത്തിയത് ഞങ്ങളാണോ, ബൽ കുൻതും മുജ്രിമീൻ, പക്ഷെ നിങ്ങള് സ്വയം തന്നെ കുറ്റവാളികളായിരുന്നു എന്നാണ് അവര് തുറന്നു പറയുന്നത്. ഞങ്ങള് നിങ്ങളെ തടഞ്ഞു നിർത്തിയെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? നിങ്ങൾക്ക് അതിലേക്ക് പോകാനുള്ള സന്നദ്ധത ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളില് ഈ വയ്യാവേലിയൊന്നും വേണ്ട എന്നത് തന്നെ ആയിരുന്നു. നിങ്ങള് അതിനുവേണ്ടി എന്തെങ്കിലും ത്യാഗം അനുഭവിക്കാൻ ഒരുക്കായിരുന്നില്ല. എത്രയോ ആളുകള് അതായിരുന്നു സത്യം എന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് പോയിട്ടുണ്ട്. എന്തെല്ലാം നഷ്ടങ്ങൾ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായപ്പോ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങളുടെ മനസ്സിലെ കുറ്റവാസന നിലനിർത്തിക്കൊണ്ട് ഞങ്ങള് പറഞ്ഞു കേട്ടു നിന്നു. ഞങ്ങൾക്കിപ്പോ നിങ്ങളെ അങ്ങനെ തടഞ്ഞു നിർത്താൻ കഴിയുമായിരുന്നു. യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ആ സത്യമാർഗത്തിലേക്ക് പോകാന്ന് വെച്ചാൽ ഒരു 5, 8, 10, 100 വരുന്ന ഏമ്പോക്കികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ സാഹചര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. കോടിക്കണക്കിന് മനുഷ്യര് മഹാവിഡ്ഢികളായിക്കൊണ്ട് തിന്മയുടെയും അക്രമത്തിന്റെയും പാതക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ച് അങ്ങനെ നിലക്കൊണ്ടു കൊടുക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ധാർഷ്ട്യം കാണിക്കുന്ന ധിക്കാരികളായ ഭരണാധികാരികൾക്ക് അധികാരം കൈയാളാനും ദ്രോഹം അഴിച്ചുവിടാനും ഒക്കെ സാധിക്കുന്നത്. ജനസഞ്ചയങ്ങൾ കോടിക്കണക്കിന് വരുന്ന ആളുകള് ഇവരെന്തേ മറ്റവരെ പോലെ മനുഷ്യന്മാരല്ലേ? അവർക്കെന്തേ കൈകാലുകളും തലക്കകത്ത് മസ്തിഷ്കമൊന്നും ഇല്ലേ? ഈ ആളുകൾക്ക് വേണ്ട വിധത്തിലെ ആലോചന നടത്തിയിട്ട് ഹക്കിനോടൊപ്പം നിൽക്കാൻ തീരുമാനിക്കാൻ ഈ ധാർഷ്ട്യം കാണിക്കുന്ന ആളുകൾ ധാർഷ്ട്യം കാണിക്കുന്ന വിധത്തില് സത്യത്തിന് അനുകൂലിച്ചുകൊണ്ട് ഇവർക്ക് നിൽക്കാൻ സന്നദ്ധത ഉണ്ടായിരുന്നെങ്കിൽ ഈ എണ്ണപ്പെടുന്ന ചുരുക്കം ചില എണ്ണിക്കണക്കാക്കാവുന്ന കുറച്ച് ആളുകൾക്ക് ഈ ജനസഞ്ചയത്തിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുമായിരുന്നു, തടഞ്ഞു നിർത്താൻ കഴിയുമായിരുന്നു. ഒരിക്കലും ഇല്ല. ഇതാണ് സത്യം. അപ്പോ ഈ കേമന്മാരായിട്ട് നടിക്കുന്ന ആളുകള് ദുർബലരായിരുന്ന ആളുകളോടായിട്ട് പറയുന്നത് അനഹ്നു സ്വതദിനാക്കും, ഞങ്ങള് നിങ്ങളെ തടഞ്ഞു നിർത്തിയോ, അനിൽ ഹുദ, സന്മാർഗത്തിൽ നിന്ന്, ബഅദ ഇത് ജാഅക്കും, ആ സന്മാർഗം നിങ്ങളിലേക്കായിട്ട് ഹുദ നിങ്ങളിലേക്കായിട്ട് എത്തിയപ്പോ ഞങ്ങൾ നിങ്ങളെ തടഞ്ഞു നിർത്തുകയായിരുന്നു. സത്യം എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. ബൽ കുൻതും മുജ്രിമീൻ, നിങ്ങൾ ഓരോരുത്തരും തന്നെ കുറ്റവാളികളായിരുന്നില്ലേ? നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു? ഈ വയ്യാവേലി വേണ്ട, ഞങ്ങൾക്ക് ഇപ്പൊ അതിനൊന്നും ആവില്ല, ഇത് ശല്യം ഇവരെ കൊണ്ട് അങ്ങ് ഒഴിഞ്ഞു കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് എന്ന വിധത്തിലുള്ള സുഖലോലുപതയുടെയും ഭൗതികതയുടെയും അതുപോലെ ഈ പദാർത്ഥപരമായതുമായ താല്പര്യങ്ങളുടെ പുറകിലായിരുന്നില്ലേ നിങ്ങള്? വിശ്വാസത്തിന്റെ മാർഗം സ്വീകരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് ഒരുപാട് നേരിടേണ്ടി വരും. അതിന് നിങ്ങൾ സന്നദ്ധരായിരുന്നോ? അതിനുവേണ്ടി നഷ്ടം സഹിക്കാൻ നിങ്ങൾ ഒരുക്കായിരുന്നോ? ഹക്കാണ് എന്നത് മനസ്സിലാക്കിയിട്ട് എനിക്ക് എന്ത് നഷ്ടം വന്നാലും ഞാൻ ഹക്കിനോടൊപ്പേ നിൽക്കുള്ളൂ എന്നൊരു ബോധം, ഒരു തീരുമാനവും നിലപാടോ നിങ്ങൾക്കുണ്ടായിരുന്നോ? അങ്ങനെയുള്ള നിലപാടുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ അന്ന്. അവർക്ക് ആ മാർഗം സിദ്ധിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്താ നിലപാടെടുത്തത്? നിങ്ങൾ അനുകൂലമായ കാറ്റിന് അനുസരിച്ച് നിന്നു കൊടുക്കുക എന്നുള്ള ഒരു കാര്യമല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ശരിക്കും കുറ്റവാളികൾ തന്നെ ആയിരുന്നില്ലേ? ഇതാണ് ഈ കേമന്മാര് ദുർബലരായിരുന്ന ആളുകളോടായിട്ട് ആ ഘട്ടത്തിൽ ചോദിക്കുന്നത്. അപ്പം ഈ ദുർബലരായിരുന്ന ആളുകൾ കേമന്മാരായിരുന്ന ആളുകളോട് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്. ബൽ മക്റുൽ ലൈലി വന്നഹാർ, മക്റുൽ ലൈലി വന്നഹാർ. എന്തായിരുന്നു കാര്യം? മക്റുൽ ലൈലി വന്നഹാർ, രാവും പകലും കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടക്കുകയായിരുന്നില്ലേ നിങ്ങള്? നിങ്ങളുടെ കുതന്ത്രങ്ങളില് പല ജാതി കുതന്ത്രങ്ങൾ നിങ്ങൾ നടത്തിയല്ലോ. ഞങ്ങൾ അതിൽ പെട്ടുപോയതാണ്. രാവും പകലും നിങ്ങൾ അതിന്റെ പുറകിലായിരുന്നല്ലോ.
ഞങ്ങളെ വിശ്വാസത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന വിധത്തിൽ ഞങ്ങളെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അടക്കി ഒതുക്കി അടിച്ചൊതുക്കി നിർത്തുന്നതില് നിങ്ങളുടെ ഉപജാപങ്ങൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് നടപ്പാക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ഓർമ്മയില്ലേ? അങ്ങനെയാണല്ലോ പാതിരാക്കും അതുപോലെ നേരം പുലരുന്നതിന്റെ കുറച്ച് മുന്നേയുള്ള ആ മെലിഞ്ഞ മണിക്കൂറുകളുടെ സമയത്തൊക്കെയാണ് പല വീടുകളിലേക്കും പല ഏജൻസീസും ഇടിച്ചു കയറി എത്തുകയുണ്ടായത്. അങ്ങനെയൊക്കെയുള്ള ഭീഷണിയും അതുപോലെ തന്നെ ഭയപ്പെടുത്തലും ഒക്കെ കൊണ്ട് നിങ്ങൾ ഞങ്ങളെ അടിച്ചൊതുക്കുകയായിരുന്നില്ലേ എന്നതാണ് ഈ ദുർബലരായ ആളുകൾ തിരിച്ചു ചോദിക്കുന്നത്. ഞങ്ങൾക്ക് തീരുമാനം എടുക്കാനോ ശരിയായ വഴിയിലേക്ക് നീങ്ങാനോ പറ്റുന്ന വിധത്തിലുള്ള ഒരവസ്ഥ നിങ്ങൾ നൽകാതിരിക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. ആ പറയുന്നതിലൊക്കെ ന്യായമുണ്ട്. പക്ഷെ ആ പറയുന്ന പോലെ ഒരുപാട് പേര് ആ ഭയപ്പെടുത്തലിനും ഭീഷണിക്കും മുന്നിൽ വഴങ്ങാതെ സത്യത്തോടൊപ്പമേ നിൽക്കൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്കത് വേണമെങ്കിൽ പറ്റുമായിരുന്നില്ലേ? നിങ്ങളത് ചെയ്യാതിരുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള കുറ്റകരമായ നിലപാട് കൊണ്ടല്ലേ? നിങ്ങൾ കുറ്റവാളികളായതുകൊണ്ടാണല്ലോ എന്നാണ് നേരത്തെ കേമന്മാര് പറഞ്ഞതെങ്കിൽ ഈ ദുർബലരായ ആളുകൾ പറയുന്നത് ദുർബലരായ ആളുകൾ ലില്ലദീനസ്തക്ബറു ഈ കേമന്മാരായിരുന്ന ആളുകളോട് പറയുന്നത് ബൽ മക്റുൽ ലൈലി വന്നഹാർ, രാവും പകലും നിങ്ങളുടെ പല വിധത്തിലുള്ള കുതന്ത്രങ്ങളായിരുന്നല്ലോ. ഇത് തഅ്മുറൂനന അൻ നക്ഫുറ ബില്ലാഹി, അള്ളാഹുവിനെ നിഷേധിക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു ഭാഗത്ത്, ഞങ്ങളത് സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം തന്ത്രങ്ങൾ ആ ഘട്ടത്തിൽ പ്രയോഗിച്ചു. വനജഅൽ ലഹു അൻദാദ, അവനോട് പങ്കാളികളായിട്ട് വേറെ പലരെയും കാണാനും നിങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചുകൊണ്ടിരുന്നല്ലോ. അത് ഞങ്ങൾ സ്വീകരിക്കാൻ, അള്ളാഹുവിന്റെ ഏകത്വത്തെ നിഷേധിക്കാനും അള്ളാഹുവിന്റെ ദിവ്യത്വത്തിലും മറ്റു പലർക്കും പങ്കുണ്ട് എന്ന വിധത്തിൽ പലരെയും പങ്കാളികളായി കാണാനും നിങ്ങൾ ഞങ്ങളെ നിർബന്ധിച്ചല്ലോ. പേടിക്കേണ്ടത് അള്ളാനെയാണ് എന്നത് ദൈവിക പ്രവാചകന്മാര് പഠിപ്പിച്ചപ്പോ ഇവിടെ പലരും ജനങ്ങളോട് പറഞ്ഞ എന്താ, പേടിക്കേണ്ടത് ആ ഏജൻസിയെയാണ്, ഈ ഏജൻസിയെയാണ്, ആ മന്ത്രിയെയാണ്, ഈ മന്ത്രിയെയാണ് എന്നൊക്കെയാണ് അല്ലെ. ആരെയാണ് പേടിക്കേണ്ടിയിരുന്നത്? അള്ളാഹുവിനെയാണ് പേടിക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ പലരും വേറെ പലരെയും അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിനെ പോലെ പേടിക്കേണ്ടവരായിട്ട് അവതരിപ്പിക്കുകയായിരുന്നു. അന്താതായിട്ട് സ്വീകരിക്കാൻ എന്തൊക്കെ തന്ത്രങ്ങളാണ്, കുതന്ത്രങ്ങളാണ് ഞങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുവാനും വേറെ പലരെയും അള്ളാഹുവിന് സമന്മാരായിട്ട് കാണുവാനും നിങ്ങൾ ഞങ്ങളെ പ്രേരിപ്പിക്കാനും നിർബന്ധിക്കാനും ഒക്കെ എന്തൊക്കെ തന്ത്രങ്ങളാണ് നിങ്ങൾ രാവും പകലും പയറ്റുകയുണ്ടായത് എന്നതാണ് ഇവര് തിരിച്ചു ചോദിക്കുന്നത്. അപ്പൊ ചിത്രം വ്യക്തമാണല്ലോ. വലിയ കേമന്മാരായിട്ട് ഭൂമുഖത്ത് അധികാരം കൈയാളിക്കൊണ്ട് നടന്നിരുന്ന ആളുകൾ ഒരു ഭാഗത്ത്, വളരെ അകലെയല്ലാതെ അവരുടെ സമ്മർദ്ദത്തിലും പ്രേരണയിലും ഭയപ്പെടുത്തലിലും ഭീഷണിയിലും കണ്ണുരുട്ടലിലും ഒക്കെ അത് ഒരു സൗകര്യമായി കണ്ടുകൊണ്ട് തിന്മയോടും അക്രമത്തോടും അസത്യത്തോടും ഒട്ടി നിന്ന ആളുകൾ തൊട്ടടുത്തും അവര് തമ്മിൽ നടക്കുന്ന സംഭാഷണമാണ്. നിങ്ങൾ കാരണമായിട്ടാണ് ഞങ്ങൾ വിശ്വാസികളാവാതിരുന്നത് എന്നതാണ് ദുർബലരുടെ സംസാരം. അപ്പം മറ്റവരുടെ മറുപടി അല്ല, ഞങ്ങളാണോ നിങ്ങളെ തടഞ്ഞു നിർത്തിയത്? നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ സത്യനിഷേധം ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ടല്ലേ ഞങ്ങള് പറയുന്നത് നിങ്ങൾ കേട്ടുകൊണ്ട് അങ്ങനെ ഇരുന്നത് എന്നതാണ്. അപ്പൊ അവരുടെ മറുപടി എന്താ ചെയ്യുക, രാവും പകലും നിങ്ങളുടെ പലജാതി കുതന്ത്രങ്ങൾ പയറ്റുകയായിരുന്നില്ലേ? ഞങ്ങളെ നിർബന്ധിച്ച് ഞങ്ങളെ കൽപ്പന അനുസരിപ്പിക്കുകയായിരുന്നില്ലേ അള്ളാഹുവിനെ നിഷേധിക്കാന്, അള്ളാഹുവിന് സമന്മാരുണ്ട് എന്നത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നിങ്ങൾ എന്തെല്ലാം സമ്മർദ്ദങ്ങളാണ് ഞങ്ങളുടെ മേല് ചെലുത്തുകയുണ്ടായത്. ഇതാണ് ആ ഘട്ടത്തില് ഇവര് ഈ ദുർബലരായ ആളുകൾ പറയുന്നത്. ഇനി ആ സംസാരവും അധിക്ഷേപവും ഒക്കെ കഴിഞ്ഞു. പിന്നെ കാര്യം അതിന്റെ ഏറ്റവും മൂർത്തമായ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. അപ്പൊ വാസറുൻ നദാമത ലമ്മാ റഔൽ അദാബ്, വാസറുൻ നദാമത, ആ നെടുങ്കേദം അവര് ഇരുകൂട്ടരും ഒളിപ്പിച്ചു വെക്കേണ്ടി വരികയാണ്. ആരോട് പറയാനാ? ആരോട് പങ്കുവെക്കാനാണ്? ആ നദാമത്ത് എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ഖേദം, ദുഃഖം, അവരുടെ ആ സങ്കടം ഒരാളോടും പറയാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള
സങ്കടപ്പെടലാണത്. ആ നദാമത്തിനെ അവര് രഹസ്യമാക്കി വെക്കുകയാണ്. ഇനിയിപ്പോ ആരോട് പറയാനാ എന്നതാണ് അവരുടെ നിലപാട്. വാസറു നദാമത്ത, എപ്പോഴാണത്? ഈ രണ്ടു കൂട്ടരും ലമ്മറ ഔൽ അദാബ്, ശിക്ഷ അവർക്ക് കൺമുന്നിൽ കാണാൻ സാധിക്കുന്നതായ അവസരം വന്നപ്പോ അവർക്ക് പരസ്പരം അധിക്ഷേപങ്ങൾ ചൊരിയുന്നതിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, ഒരു ഗുണമില്ല എന്നുള്ളത് ബോധ്യമാവുന്നു. അവര് രണ്ടു കൂട്ടരും തന്നെ അവരുടെ ആ നെടുംഖേദം ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നു. ഈ നിഷേധികളായ രണ്ടു കൂട്ടരും, ഈ നിഷേധികളുടെ ഖണ്ഡങ്ങളിൽ, കഴുത്തുകളിൽ നാം ചങ്ങലയിൽ അവരെ ബന്ധിപ്പിക്കുകയാണ്. കഴുത്തുകളിൽ ചങ്ങലയിടുന്നു. വജഅൽനൽ അഗ്ലാല, അവരുടെ ഫീ അനാഖില്ലദീന കഫറു, ഈ നിഷേധികളുടെ ഖണ്ഡങ്ങളിൽ, നിഷേധികളുടെ കഴുത്തുകളിൽ നാം ചങ്ങലയിടുന്നു. അവരെ കഴുത്തുകളെ ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുക, ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ, അവര് ചെയ്ത അക്രമങ്ങൾക്കും ധാർഷ്ട്യത്തിനുമല്ലാത്ത പ്രതിഫലം അവർക്ക് നൽകപ്പെടാൻ പോകുന്നുണ്ടോ? ഇതാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ ഈ കഴുത്തില് ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുന്ന അവസ്ഥ പോലും അവരുടെ കർമ്മഫലം മാത്രമാണ് കൂട്ടരെ. അവര് ചെയ്ത ദ്രോഹത്തിനുള്ളതല്ലാത്ത ഒരു ശിക്ഷയും അവർക്ക് നൽകപ്പെടുന്നില്ല. അവര് തെരഞ്ഞെടുത്ത തിന്മയുടെ വഴി, അക്രമത്തിന്റെ വഴി, തെറ്റിന്റെ വഴി, അവര് പിന്തുടർന്ന തെറ്റായ നടപടിക്രമങ്ങൾ, അവരുടെ അക്രമങ്ങൾ, ഇത് ഒരു സിൽസിലയാണ്. ഒരു കൂട്ടര് വേറൊരു കൂട്ടരെ പഴപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പഴപ്പിക്കപ്പെട്ട കൂട്ടര് പിന്നെ വേറെ കുറെ പേരെ പഴപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആർക്കും അവിടെ ഞങ്ങള് നല്ലവരായിരുന്നു, ഞങ്ങള് സാത്വികന്മാരായിരുന്നു, തികഞ്ഞവരായിരുന്നു, പോരായികയില്ലാത്തവരായിരുന്നു എന്നൊന്നും പറഞ്ഞ് ഞെളിയാൻ കഴിയില്ല. അതാണ് ആ ഒരു സന്ദർഭം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. കേമന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അവരെ ആക്ഷേപിച്ചുകൊണ്ട് ദുർബലരായ ആളുകൾക്ക് സംസാരിച്ചു തുടങ്ങാനൊക്കെ പറ്റും. പക്ഷെ വൈകാതെ തന്നെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും അത് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന സത്യനിഷേധ നിലപാടിന്റെ കാരണത്താലാണ് അവർക്ക് ഈ കേമന്മാരെ ഒരുക്കിയ കെണിയിൽ വീഴേണ്ടി വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ എത്രയോ പേര് സത്യത്തിനോടൊപ്പം നിലക്കൊണ്ടുകൊണ്ട് മരണമാണെങ്കിൽ മരണം എന്ന വിധത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എത്രയോ പേര് ആ സത്യമാർഗത്തില് രക്തസാക്ഷ്യം വരിക്കുന്നത് മോഹിച്ച് നടന്നിട്ടില്ലേ? പക്ഷെ അവരുടെയൊക്കെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് നിലപാടാണ് എടുത്തത്? നിങ്ങളിപ്പം അനുകൂലമായ സാഹചര്യത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുങ്ങി നിന്നു കൊടുക്കുക, സത്യത്തിന് പിന്തുണക്കാതിരിക്കുക, അക്രമത്തിന് കൂട്ടുനിൽക്കുക പോലെയുള്ള നിലപാടുകളാണല്ലോ നിങ്ങൾ സ്വീകരിച്ചത്. ഇനി നിങ്ങളുടെ വീടകങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ കാണാൻ കഴിയും, നിങ്ങൾ കാരണമായിട്ട് ലലാലത്തിൽ നിൽക്കേണ്ടി വന്ന വേറെ കുറെ ആളുകൾ നിങ്ങളുടെ താഴെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ സ്വാധീനത്തിൽ ഉണ്ടായിരുന്നു. അപ്പോ ഇവിടെ ആർക്കും തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ട അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങനെ തടഞ്ഞു നിർത്തപ്പെട്ട ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെടാൻ പോകുന്ന ആളുകളിൽപ്പെട്ട ഒരാൾക്കും തന്നെ ഞങ്ങൾ സാത്വികന്മാരായിരുന്നു, ഞങ്ങളെ കുഴപ്പമായിരുന്നില്ല, അത് വേറുള്ളവരുടെ കുഴപ്പമായിരുന്നു എന്ന വിധത്തിൽ ഞെളിഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. എന്നിട്ട് ഇതിനേക്കാൾ വലിയൊരു പരിഹാസം അവർ കേൾക്കാനില്ല. ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ, അവരെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചുള്ളതല്ലാത്ത വല്ല പ്രതിഫലവും നൽകപ്പെടുമോ എന്നതാണ് അള്ളാഹു ഇവിടെ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. ഓരോരുത്തരും അവരർഹിക്കുന്ന അവരുടെ ഇജ്റാമിനുള്ള തത്തുല്യമായ ശിക്ഷയാണ് നൽകപ്പെടുന്നത് എന്നാണ് അള്ളാഹു അവിടെ പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.